നമസ്കാരം. ബംഗ്ലാദേശ് ഈയിടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഡ്രോണുകൾ പറത്തിവിട്ട ഒരു സംഭവമുണ്ടായി. തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബൈറക്തർ TB2 സീരീസിലുള്ള ഡ്രോണുകളാണ് അവർ അവിടെ ഉപയോഗിച്ചത്. ഇത്തരത്തിലുള്ള 12 ഡ്രോണുകളിൽ 6 എണ്ണം ഓപ്പറേഷണൽ ആണ് എന്നാണ് ബംഗ്ലാദേശ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ ഈ സംഭവം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇതോടൊപ്പം തന്നെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബൈറക്തർ ഡ്രോണുകൾ എത്രമാത്രം ശക്തമായിരിക്കുമെന്നും ഇന്ത്യ ഇതിനെ എപ്രകാരമായിരിക്കും പ്രതിരോധിക്കാൻ പോകുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. തുർക്കി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവയാണ് ബൈറക്തർ TB2 സീരീസിൽപ്പെട്ട ഈ ഡ്രോണുകൾ. ഇതൊരു UCAV ആണ്, അതായത് അൺമാൻഡ് ഏരിയൽ കോമ്പാറ്റ് വെഹിക്കിൾ. വളരെ ലളിതമായി പറഞ്ഞാൽ നിരീക്ഷണത്തിന് പുറമെ ബോംബർ വിമാനമായും ഇവ ഉപയോഗിക്കാം. ആളില്ലാ വിമാനമായതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഇതിനെ നിയന്ത്രിക്കുന്നത്. ഇനി ഇതിന്റെ ശരിക്കുള്ള ശക്തിയും ദൗർബല്യവും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. ഇതിന്റെ നീളമെന്ന് പറയുന്നത് 6.5 മീറ്റർ ആണ്. വിങ് സ്പാൻ 12 മീറ്റർ. വിങ് സ്പാൻ എന്ന് പറയുന്നത് ചിറകുകളുടെ നീളമാണ്. ഇതിന്റെ പേലോഡ് 150 കിലോഗ്രാം ആണ്. 100 HP ഉള്ള റോട്ടെക്സ് 912 എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ലഭിക്കുന്ന പരമാവധി വേഗത മണിക്കൂറിൽ 222 കിലോമീറ്റർ ആണ്. എന്നാൽ ഇതിന്റെ ഓപ്പറേഷണൽ സ്പീഡ് എന്ന് പറയുന്നത് 130 km/h ആണ്. പരമാവധി 27,000 അടി വരെ ഉയരത്തിൽ ഇതിന് പറക്കാൻ കഴിയും. പക്ഷേ ഇതിന്റെ ഓപ്പറേഷണൽ ആൾട്ടിറ്റ്യൂഡായി നിശ്ചയിച്ചിരിക്കുന്നത് 18,000 അടിയാണ്. 27 മണിക്കൂർ തുടർച്ചയായി പറക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത് ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് UCAV ആണ്. ലേസർ ഗൈഡഡ് സ്മാർട്ട് ബോംബുകളും ലോങ് റേഞ്ച് ആന്റി ടാങ്ക് മിസൈലും GPS ഗൈഡഡ് മോർട്ടാറുകളുമൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാന ആയുധങ്ങൾ. ASCA മൾട്ടിമോഡ് റഡാർ സിസ്റ്റം ടാർഗറ്റുകളെ എളുപ്പം കണ്ടുപിടിക്കാൻ ഇതിനെ സഹായിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യൻ അതിർത്തിയിൽ നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തുക എന്നുള്ളത് ഏത് ബൈറക്തറിനായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു പ്രധാന കവചം എന്ന് പറയുന്നത് DRDOയുടെ നിർദ്ദേശപ്രകാരം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത D4 ആൻറ്റി ഡ്രോൺ സിസ്റ്റം തന്നെയാണ്. D4 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 Dകളെ തന്നെയാണ്. ഇതിൽ ആദ്യത്തെ D ഡ്രോൺ ആണ്, രണ്ടാമത്തേത് ഡിറ്റക്റ്റ് കണ്ടെത്തുക, മൂന്നാമത്തേത് ഡിറ്റർ തടയുക, നാലാമതായി ഡിസ്ട്രോയ് നശിപ്പിക്കുക. ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ GNSS ഉപയോഗിച്ച് ഡ്രോണുകളുടെ റേഡിയോ ഫ്രീക്വൻസി കണ്ടെത്തും. ശേഷം ഇവയെ നശിപ്പിക്കും. 2 രീതിയിലാണ് ഇവയെ നശിപ്പിക്കുന്നത്. ഒന്നാമത്തതിനെ സോഫ്റ്റ് കില്ലിംഗ് എന്ന് പറയും. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കടത്തിവിട്ട് ഡ്രോണുകളുടെ സിഗ്നൽ സംവിധാനം നശിപ്പിക്കും. അങ്ങനെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുമായുള്ള സിഗ്നൽ സംവിധാനം നഷ്ടപ്പെടുന്നതോടുകൂടി ഡ്രോണുകൾ പിൻവാങ്ങുകയോ തകർന്നു വീഴുകയോ ഒക്കെ ചെയ്യും. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഹാർഡ് കില്ലിംഗ്. ഇവിടെ ലേസർ രശ്മികളോ മിസൈലുകളോ കടത്തിവിട്ട് ഡ്രോണുകളെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇവ രണ്ടും നമ്മുടെ D4 ആൻറ്റി ഡ്രോൺ സിസ്റ്റത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 2023 ബംഗളൂരുവിൽ നടത്തിയ എയ്റോ ഇന്ത്യ ഡിഫൻസ് എക്സിബിഷനിലാണ് ആദ്യം ഈ സിസ്റ്റം അവതരിപ്പിച്ചത്. ഇതൊരു ഹെവി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വലിയ വാഹനങ്ങളുടെ സഹായം വേണ്ടിവരുന്നുണ്ട്. ഈ ഒരു പോരായ്മ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ദ്രോണം, വജ്ര ഷോട്ട് പോലുള്ള ആൻറ്റി ഡ്രോൺ ഗണ്ണുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഫ്റ്റ് കില്ലിംഗ് ഡിവൈസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ കടത്തിവിട്ട് ഡ്രോണുകളുടെ സിഗ്നലുകൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുത്തിടെ ഇന്ത്യയിൽ വെച്ച് നടന്ന G20 ഉച്ചകോടിയുടെ സുരക്ഷയ്ക്കായി ദ്രോണം ആൻറ്റി ഡ്രോൺ ഗണ്ണുകളും വ്യാപകമായി വിന്യസിച്ചിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് പഞ്ചാബ് അതിർത്തിയിൽ മാത്രമായി ഇവ നശിപ്പിച്ചത് 257ഓളം ശത്രു ഡ്രോണുകളെയാണ്. ഇത്തരം ആൻറ്റി ഡ്രോൺ ഗണ്ണുകൾക്കായുള്ള കൂടുതൽ ഓർഡറുകൾ ഇന്ത്യൻ നേവിയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരമാധികാരത്തിന് മുകളിൽ കൂടി ഡ്രോൺ പറത്തുന്നവർ ജാഗ്രതയായി. സുട്ടിടുവേൻ, അതുതാൻ ഇന്ത്യ. ജയ് ഹിന്ദ്.